അജാനൂരിലെ ഗവൺമെന്റ് മാപ്പിള LP സ്കൂളിൽ കവർച്ച. വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്നവർ ഓഫീസ് മുറിയിലുണ്ടായിരുന്ന 5 ലാപ്ടോപ്പുകളും പണവും കവർന്നു. പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ ഹൊസ്ദുർഗ് പോലീസ് പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. വ്യാഴാഴ്ച രാത്രിയിലാണ് സ്കൂളിൽ കള്ളം കയറിയത്. രാവിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പഠനയാത്രയ്ക്ക് പോയിരുന്നു. വൈകിട്ടോടെയാണ് തിരിച്ചെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ ജീവനക്കാരൻ സ്കൂൾ തുറക്കാൻ എത്തിയപ്പോഴാണ് കവർച്ച നടന്നതിൻ്റെ സൂചനകൾ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 5 ലാപ്ടോപ്പുകൾ മോഷണം പോയതായി മനസ്സിലായത്. മാത്രമല്ല, ഓഫീസിനകത്തെ സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. ഓഫീസ് മുറിയുടെ വാതിലിൻ്റെ പൂട്ട് തകർത്താണ് കവർച്ചക്കാർ അകത്തു കടന്നത്. ബാങ്കിൽ നിക്ഷേപിക്കാനായി കരുതി വെച്ചിരുന്ന കുട്ടികളുടെ സജ്ജീക പണവും കള്ളന്മാർ കൊണ്ടുപോയിട്ടുണ്ട്. ഓഫീസിന് പുറമെ സ്കൂളിലെ ക്ലാസ് മുറിയിലും ഗോഡൌണിലും മോഷ്ടാക്കൾ കയറിയിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് സ്കൂൾ തുറക്കാൻ വേണ്ടി PTCM വന്ന സമയത്താണ് ഇവിടെ ഓഫീസിൻ്റെയും അതുപോലെ പ്രീ പ്രൈമറിൻ്റെയും ലോക്ക് തകർത്തിട്ട് കാണുന്നത്. പിന്നീട് കൂടെ പരിശോധിക്കുമ്പോഴാണ് അതിൻ്റെ അകത്ത് നിന്ന് 5 ലാപ്ടോപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് പ്രീ പ്രൈമറിയിൽ വേറെയും ടാബും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഗോഡൗൺ, അവിടെ നമ്മുടെ സൈക്കിളും മറ്റൊക്കെ വെക്കുന്ന ഗോഡൗണൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട്. ഡോറൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട്. ഒരു പ്രീ പ്രൈമറി ക്ലാസ് റൂം ഒരു കഷ്ടങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. നമ്മുടെ സ്കൂളിലെ കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ പഠനയാത്രയ്ക്ക് പോയതായിരുന്നു. വൈകുന്നേരം 6 മണിക്കാണ് ഇവിടെ തിരിച്ചെത്തിയത്. അപ്പോൾ 6 മണിക്ക് നമ്മുടെ HM ആണ് ഓഫീസ് പൂട്ടി വീട്ടിലേക്ക് തിരിച്ചു പോയതും HM 6 മണിക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ PTCM രാവിലെ വന്ന് ഓഫീസ് തുറക്കാൻ നോക്കുമ്പോഴാണ് പൂട്ട് പൊളിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ ഫയലുകളൊക്കെ വാരി വലിച്ചിട്ടുണ്ട്. ലാപ്ടോപ്പുകളൊക്കെ നഷ്ടപ്പെട്ടതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെ നമ്മുടെ 5ഓളം ലാപ്ടോപ്പുകളും 2 വർക്ക് ചെയ്യാത്ത ലാപ്ടോപ്പുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രീ പ്രൈമറി ക്ലാസ്സിലെ കളി ഉപകരണങ്ങളൊക്കെ വാരി വലിച്ചിട്ടിട്ട് കാണുന്നുണ്ട്. സംഭവത്തിൽ പ്രധാനാധ്യാപകൻ ഗുലാബ് മുഹമ്മദിന്റെ പരാതിയിൽ ഹൊസ്ദുർഗ് പോലീസ് കേസെടുത്തു. പിന്നാലെ സ്കൂളിലെത്തിയ പോലീസ് അന്വേഷണ ഭാഗമായി പ്രാഥമിക പരിശോധനകളും പൂർത്തിയാക്കി. വൈകിട്ടോടെ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. സമയവും സാഹചര്യവുമെല്ലാം വെച്ച് നോക്കുമ്പോൾ സ്കൂളിനെ അടുത്തറിയുന്നവരാരെങ്കിലുമാകാം കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പ്രദേശവാസികളും അതുപോലെ തന്നെ പോലീസും സംശയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.